ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? നിയമങ്ങളുടെ ഉള്ളിലേക്ക് കടക്കണം. എടാ, നിയമങ്ങളുടെ ഉള്ളിൽ നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ എന്താണ് പ്രിലിമിനറി എന്ന് പറയുന്ന സാധനമാണ്. അതായത് ചാപ്റ്റർ 1 എന്ന് പറയുന്ന സാധനമാണ് പഠിക്കാനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ. ചാപ്റ്റർ 1. ഈ ചാപ്റ്റർ 1-നകത്ത് പറഞ്ഞിട്ടുള്ള ഏറ്റവും ആദ്യത്തെ നമുക്ക് പഠിക്കേണ്ട ആളെന്ന് പറയുന്ന ആരാന്ന് നോക്കിയാൽ സെക്ഷൻ 2 ആണ്. 2 തന്നെ സബ് ഡിവൈഡ് ചെയ്ത് 2(1), 2(2) ഇങ്ങനെ കുറേ പോകുന്നുണ്ട്. ഓക്കെ, അതെല്ലാം നമുക്ക് എന്ത് ചെയ്യണം? തനിത്തനിയായിട്ട് പഠിക്കണം. ഓർത്തു വെക്കാൻ പല വഴികളും കിട്ടും. നമുക്ക് സംസാരിച്ച് പോകുന്നതിനിടയിൽ ആ വഴികളൊക്കെ പറയാം. ഏറ്റവും ആദ്യം പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 2(1) എന്ന് പറയുന്നൊരു സാധനമാണ്. നോക്കേ, അഡാപ്റ്റഡ് വെഹിക്കിൾ. ഓക്കെ അല്ലേ? എടാ നോക്കിക്കോണേ, 2 വീലുള്ള വണ്ടിക്ക് ഒരു എക്സ്ട്രാ വീലൂടെ ഞാൻ വെച്ചു കൊടുത്തു. 2 വീലുള്ള വണ്ടിക്ക് ഒരു എക്സ്ട്രാ വീലൂടെ വെച്ചു കൊടുത്തു. അങ്ങനെ വെച്ചു കൊടുത്താൽ അതെന്തായി മാറിയെന്ന് ആലോചിക്കുക? അഡാപ്റ്റഡ് വെഹിക്കിൾ എന്നാണെന്ന് ആലോചിക്കുക. ഓക്കെ, 2ഉം 1ഉം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 2 വീലുള്ള ഒരു ബൈക്കാണ്. ആ ബൈക്കിന് ഞാൻ ഒരു വീൽ എക്സ്ട്രാ വെച്ചു കൊടുത്താൽ അത് തള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ മറിഞ്ഞ് വീഴാതിരിക്കാനുള്ളൊരു സെറ്റപ്പാണ്. അങ്ങനെ മറിഞ്ഞ് വീഴാതിരിക്കാനുള്ള വണ്ടികൾ ആർക്കാ വേണ്ടേ? ഡിസേബിൾഡ് ആകുന്ന ആളുകൾക്കാണ് വേണ്ടേ. ആർക്കാ മക്കളെ വേണ്ടേ? ഡിസേബിൾഡ് ആകുന്ന ആളുകൾക്കാണ് വേണ്ടേ. ഓക്കെ അല്ലേ? ഡിസേബിൾഡ് ആകുന്ന ആളുകൾക്കാണ് വേണ്ടേ. അതായത് ഇപ്പോൾ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആകുന്ന, അതായത് കൈക്ക് സ്വാധീനക്കുറവുള്ള ചില ആളുകളുണ്ടാവും, കാലിന് സ്വാധീനക്കുറവുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്കും എന്തു വേണം? വണ്ടി എന്ന് പറയുന്നൊരു സാധനം ഉപയോഗിക്കണം. ഓക്കെ അല്ലേ? അങ്ങനെ വണ്ടി ഉപയോഗിക്കാനായിട്ട് അവർക്കെന്നുള്ള വണ്ണം എന്ത് ചെയ്യുന്നുണ്ട്? സർക്കാർ അനുവദിച്ചു നൽകുന്നുണ്ട് ചില പ്രത്യേക ടൈപ്പിൽ ഡിസൈൻ ചെയ്ത വണ്ടികൾ. അതിപ്പോൾ കാറാണെങ്കിൽ ഓക്കെ, ബൈക്കാണെങ്കിൽ ഓക്കെ, ഇത് രണ്ടുമേ അനുവദിച്ചിട്ടുള്ളൂ. അല്ലാതെ ലോറിയൊന്നും ഓടിക്കാനൊന്നും അവരെ കൊണ്ട് പറ്റൂല. ഓക്കെ, അപ്പോൾ കാറും ബൈക്കും ഒക്കെ അവർക്ക് എന്ത് ചെയ്യാം? സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കാം. എന്ത് ചെയ്യാമെന്ന് പറഞ്ഞേ? സ്പെഷ്യൽ ഡിസൈൻ ചെയ്തിട്ട് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഈ ഡിസൈൻ എന്ന് പറയുന്നത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ഡിസൈൻ ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ കാറോ ബൈക്കോ പോലെയുള്ള സാധനങ്ങൾ ഒരാൾക്ക് ഉപയോഗിക്കാം. അത് സ്പെഷ്യലി ഡിസൈൻ ചെയ്ത് ഉപയോഗിക്കാം. പക്ഷേ സർക്കാർ പറഞ്ഞിട്ടുള്ള സാധനത്തിന് പ്രകാരം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഡിസൈൻ ചെയ്യാൻ പാടുള്ളൂ. ഇനി അതല്ലാതെയുള്ള ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ, എന്താണ്? ഇല്ലീഗൽ മോഡിഫിക്കേഷൻ എന്നുള്ള രീതിയിൽ പറയേണ്ടി വരും. എന്താ പറഞ്ഞാൽ? ഇല്ലീഗൽ മോഡിഫിക്കേഷൻ എന്ന് പറയേണ്ടി വരും. ഇല്ലീഗൽ മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിയമപരമല്ലാത്ത മോഡിഫിക്കേഷനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാറായാലും ബൈക്കായാലും നമ്മളിവിടെ എന്താ ചെയ്യുന്ന മക്കളെ? മോഡിഫൈ ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ മോഡിഫൈ ചെയ്യുമ്പോൾ അംഗീകരിച്ച ലീഗൽ മോഡിഫിക്കേഷൻസേ നമുക്കിവിടെ ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുടെ വണ്ടി ഡിസൈൻ ചെയ്യേണ്ടത്. അയാളുടെ കുറവുകൾക്ക് അനുസൃതമാകുന്ന രീതിയിലുള്ള ഡിസൈനാണ്. അത് സർക്കാരിനെ പ്രത്യേകം കാണിച്ച് എന്ത് ചെയ്യണം? RTOയെ കാണിച്ച് എന്ത് ചെയ്യണം? നമ്മൾ അനുവാദം വാങ്ങണം. ഇങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? അതിൻ്റെ പെർമിഷൻ എന്നുള്ള രീതിയിൽ RTO തരുമ്പോൾ അത് ആ സ്പെഷ്യലി ഡിസൈൻഡ് ആയ വെഹിക്കിളാണ് എന്ന് പറഞ്ഞുകൊണ്ട് RC എന്ത് ചെയ്യും? സ്പെഷ്യലി പെർമിറ്റ് ചെയ്ത് തരികയാണ് അവിടെ ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളതാകുന്ന ലീഗൽ മോഡിഫിക്കേഷനെ പാടുള്ളൂ. അല്ല നമ്മൾ തോന്നിയതുപോലെ പല കാര്യങ്ങളും അവിടെ ചെയ്യുവാണ് എന്നാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ഇല്ലീഗൽ മോഡിഫിക്കേഷൻ എന്ന് പറയും. ഈ ഇല്ലീഗൽ മോഡിഫിക്കേഷൻ എന്ത് ചെയ്യില്ല? സാങ്ഷൻ കിട്ടില്ല. ഗവൺമെൻറ് പറഞ്ഞ രീതിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ? മോഡിഫൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇല്ലീഗൽ മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ ലീഗൽ മോഡിഫിക്കേഷൻ ഇങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നവൻ ആരാണ്? എടാ, അതാണ് സെക്ഷൻ 52 എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ മോട്ടോർ വെഹിക്കിൾ നിയമത്തിനകത്ത് 52 എന്ന് പറയുന്നൊരു സെക്ഷനുണ്ട്. ആ സെക്ഷനിനകത്ത് പറയുന്നുണ്ട് എന്താണ് ഒരു ലീഗൽ മോഡിഫിക്കേഷൻ, എന്താണ് ഇല്ലീഗൽ മോഡിഫിക്കേഷൻ. അതായത് ഡിസേബിൾഡ് ആകുന്ന ഒരാൾക്ക് വേണ്ടി എന്ന വണ്ണം, അയാളുടെ നീഡ് നടക്കാൻ എന്ന വണ്ണം ഒരു വണ്ടി ഡിസൈൻ ചെയ്യുമ്പോൾ അത് ഇന്ന രീതിയിലാകണം. ഒരു കാരണവശാലും സെക്ഷൻ 52 എന്ത് ചെയ്യാൻ പാടില്ല? ഇറ്റ് ഷുഡ് നെവർ വയലേറ്റ് സെക്ഷൻ 52. ഓക്കെ, ഇറ്റ് ഷുഡ് നെവർ വയലേറ്റ് എന്ത്? സെക്ഷൻ 52. ഇറ്റ് ഷുഡ് നെവർ വയലേറ്റ് സെക്ഷൻ 52. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കാര്യം പിടികിട്ടി. നോക്കേടാ, അഡാപ്റ്റഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഈ എന്താണ്? അഡാപ്റ്റഡ് ഡിസേബിൾഡ് ആകുന്ന ആളുകൾക്കുള്ള വണ്ടിയാണ്. അവരെ വിളിക്കുന്ന പേരാണ് ദിവ്യാംഗ് എന്ന് പറയും. ദിവ്യ അങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? അവയവം. ഓക്കെ, ദിവ്യ അങ്ക്, ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന് പറയുന്നതിന് വേണ്ടി പറയുന്നതാണ് ദിവ്യാംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദിവ്യാംഗ് വെഹിക്കിൾസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? അഡാപ്റ്റഡ് വെഹിക്കിളിനെയാണ് കേട്ടോ. സോ അങ്ങനെയുള്ള എന്താണ്? മീൻസ് എ മോട്ടോർ വെഹിക്കിൾ സ്പെഷ്യലി ഡിസൈൻഡ്, എയ്തർ സ്പെഷ്യലി ഡിസൈൻഡ് ഓർ കൺസ്ട്രക്റ്റഡ് എന്താണ്? or to which alterations have been done under the subsection 2 of section 52 for the use of a person suffering from any physical defect or disability used solely for such persons only. അതായത് ഒരു പ്രത്യേക വ്യക്തിക്ക് അയാളുടെ ആവശ്യം. ഒന്ന് ആലോചിച്ച് നോക്കുക. എനിക്ക് ഒരു സ്കൂട്ടർ വേണം. എനിക്ക് കാല് വയ്യാത്ത ഒരാളാണ് ഞാൻ എന്ന് വിചാരിക്കുക. അപ്പോൾ എനിക്കൊരു സ്കൂട്ടർ വേണം. ആ സ്കൂട്ടർ ഞാൻ ഡിസൈൻ ചെയ്ത് കൃത്യമാകുന്ന രീതിയിൽ RC എനിക്ക് പെർമിറ്റ് ചെയ്ത് RTOയിൽ നിന്ന് കിട്ടി.
പക്ഷേ വണ്ടി ഉപയോഗിക്കുന്നത് ഞാനല്ല, എൻ്റെ ഒരു സുഹൃത്താണെന്ന് വിചാരിക്കുക, അവൻ ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. എങ്ങാനും സ്പെഷ്യലി ഡിസൈൻ ചെയ്ത വെഹിക്കിൾ ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരാളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മനസ്സിലാക്കണം, സ്പെഷ്യലി ഡിസൈൻ ചെയ്ത ഒരു വെഹിക്കിൾ ഒരു കുഴപ്പവുമില്ലാത്ത ഡിഫറൻ്റ്ലി ഏബിൾഡ് അല്ലാത്ത ഒരാളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ വണ്ടിയുടെ RC കട്ട് ചെയ്ത് കളയാൻ വരെ എന്തുണ്ട്, നിയമമുണ്ട്. ഓക്കെ, അവിടെ RC കട്ട് ചെയ്യുക മാത്രമല്ല, RC കട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആകുന്ന ആളുകൾക്ക് എന്ന വണ്ണം കൊടുത്തിട്ടുള്ള ആ പെർമിഷൻ എന്ത് ചെയ്തുക, മാറ്റുക, അവിടെ മാറ്റുക. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ആരുടെ പേരിലാണോ ആ വണ്ടി രജിസ്റ്റർ ചെയ്യുന്നത് ആ വ്യക്തി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ആ വണ്ടി. ഞാൻ പറഞ്ഞാൽ മനസ്സിലായി. ഇപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലി ഡിസൈൻ ചെയ്യുന്നതാണ്, അതായത് എൻ്റെ കുറവുകളെ അനുസരിച്ച് ഞാൻ ഡിസൈൻ ചെയ്തൊരു വണ്ടി, അത് എനിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല, എൻ്റെ ബൈക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ ആ വണ്ടി എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൻ്റെ ചുമതല ഞാൻ ഏറ്റെടുക്കണമെന്നുള്ളൂ. ഇവിടെ എന്താ, ആ വണ്ടി അയാൾക്കെന്നുള്ള വണ്ണം, അയാളുടെ കുറവുകൾക്കെന്ന വണ്ണം ഡിസൈൻ ചെയ്തതായതുകൊണ്ട് അത് മറ്റൊരാൾ എന്ത് ചെയ്യാൻ പാടില്ല, ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ അല്ലേ? അങ്ങനെ ഉപയോഗിച്ചാൽ ഉറപ്പായും ആ വണ്ടിയുടെ ലൈസൻസ് RC എന്ന് പറയുന്നത് എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് മാത്രമല്ല, ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് എന്നാണെങ്കിൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും, അതിന് നോർമൽ ആകുന്ന വണ്ടിയായി മാറും. ഓക്കെ അല്ലേ? ആ സ്പെഷ്യൽ പെർമിഷൻ കട്ട് ചെയ്താൽ അതൊരു നോർമൽ വണ്ടിയാവും. നോർമൽ വണ്ടിയാകുമ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ന വണ്ണം RC എടുക്കുമ്പോൾ കുറച്ച് ഇളവുകളുണ്ട്. അതായത് ടാക്സ് ഒക്കെ അവർക്ക് കുറവാണ്. വണ്ടി എടുക്കുമ്പോൾ അവർക്ക് കുറേ ആനുകൂല്യങ്ങൾ കൊടുക്കും. വണ്ടി ഈ പറയുന്ന ആനുകൂല്യം ഇല്ലാതാകുന്ന രീതിയിലേക്കാവുമ്പോൾ ഈ പറയുന്ന ടാക്സ് നമ്മൾ വീണ്ടും അങ്ങോട്ടേക്ക് അടയ്ക്കേണ്ടി വരും. നിങ്ങൾക്ക് എത്ര രൂപ കുറച്ച് തന്നോ അത്രയും പൈസ അങ്ങോട്ടേക്ക് കൊടുക്കേണ്ടി വരും. അതുപോലെ നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തൊരു വണ്ടി, ഇപ്പോൾ എൻ്റെ പേര് വിഷ്ണു എന്നാണ്, എനിക്കൊരു ഡിഫറൻ്റ് ലേബിൾഡ് ആകുന്ന ആളാണ് ഞാൻ. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു വണ്ടി എനിക്ക് സെയിൽ ചെയ്യണമെന്ന് വിചാരിക്കാം. ഞാൻ ഈ വണ്ടി കൊടുക്കുന്നത് മറ്റൊരു ഡിസേബിൾഡ് പേഴ്സണിനാണ് എങ്കിൽ ആ പറയുന്ന സ്പെഷ്യൽ പെർമിഷൻ, അഡാപ്റ്റഡ് വെഹിക്കിളിന് ആ ഒരു സ്പെഷ്യൽ പെർമിഷനില്ലേ, അത് അതേപോലെ എന്ത് ചെയ്യും, എക്സിസ്റ്റ് ചെയ്യും. കുഴപ്പമില്ല. അതായത് എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയത് മറ്റൊരാൾക്ക് ആവശ്യമുള്ളതായി തോന്നുന്നു, അയാളും എന്നെ പോലെ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണെങ്കിൽ, സോ ഐ ക്യാൻ കൺവേർട്ട് ദിസ് പെർട്ടിക്കുലർ വെഹിക്കിൾ, അല്ലെങ്കിൽ ഐ ക്യാൻ സെയിൽ ദിസ് പെർട്ടിക്കുലർ വെഹിക്കിൾ ടു ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. ഈ വ്യക്തിക്ക് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വണ്ടി കൊടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ എൻ്റെ വണ്ടി ഒരു കുഴപ്പമില്ലാത്ത ഒരാൾക്കാണ് വിൽക്കുന്നതെങ്കിൽ ആ വണ്ടി അയാൾക്ക് ഉപയോഗിക്കണമെങ്കിൽ ഈ സ്പെഷ്യൽ പെർമിഷൻ്റെ പുറത്ത് ഉപയോഗിക്കാൻ പറ്റില്ല. യു ഡു ഹാവ് ടു കൺവേർട്ട് ദാറ്റ് വെഹിക്കിൾ ടു ദി നമ്മുടെ ഷോറൂം കണ്ടീഷൻ. ഓക്കെ അല്ലേ? മിൻറ്റ് കണ്ടീഷനിലേക്ക് അത് മാറ്റേണ്ടി വരും. ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായില്ലേ? അപ്പോൾ അഡാപ്റ്റഡ് വെഹിക്കിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആകുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി പർട്ടിക്കുലർലി ഡിസൈൻ ചെയ്യുന്നൊരു വണ്ടി എന്ന് അർത്ഥമാക്കുന്നത് ആ വണ്ടി അയാൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലാതെ ഒരാൾ ഉപയോഗിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്തുകൾ, പെനാൽറ്റി, ഒഫൻസുകളൊക്കെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി ഇത്രയും കാര്യങ്ങൾ സെക്ഷൻ 52 വയലേറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു കാര്യം കൂടി പറഞ്ഞു. അടുത്ത നോക്കടാ, സെക്ഷൻ 21A. 21A അവിടെ A എന്ന് പറഞ്ഞാൽ അഗ്രവേറ്റർ എന്ന് ആലോചിച്ചാൽ മതി. ആകെ ഈ എക്സ്ട്രാ ഒരു ലെറ്റർ ആഡ് ചെയ്തേക്കുന്ന A ആഡ് ചെയ്യുന്ന ഒരാളേ ഉള്ളൂ. A ഫോർ അഗ്രവേറ്റർ എന്ന് ആലോചിച്ചാൽ മതി. എന്താടാ അഗ്രവേറ്റർ എന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് ഈ അഗ്രവേറ്റർ എന്ന് പറഞ്ഞാൽ മീൻസ് എ ഡിജിറ്റൽ ഇൻ്റർമീഡിയറ്ററി ഓർ എ മാർക്കറ്റ് പ്ലേസ് ഫോർ എ പാസഞ്ചർ ടു കണക്ട് വിത്ത് എ ഡ്രൈവർ ഫോർ ദ പർപ്പസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഇപ്പോൾ ഈ ഇൻ്റർമീഡിയറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? സെക്ഷൻ 21A. ഇവിടെ ഈ അഗ്രവേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് വലിയ സംഭവമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ ഈ ഊബർ പോലെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന എന്താണ് ഈ ഓല പോലെയുള്ള സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ ഒരു ചെറിയൊരു ക്ലാരിഫിക്കേഷനോടെ തരണം. ഇവിടെ ഈ 21A എന്ന് പറയുന്നതിനകത്ത് ഉദ്ദേശിക്കുന്ന ഈ അഗ്രവേറ്റർ എന്നോ അല്ലെങ്കിൽ നമ്മളിതിനെ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്നോ പറയും കേട്ടോ. ഈ ആർട്ടിക്കുലേറ്റഡ് എന്നുള്ളതൊക്കെ നമുക്കവിടെ പറയാൻ പറ്റും. ഈ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഗ്രവേറ്റർ ഇത് ആക്ച്വലി അത് പഴയ വേർഡാണ് കേട്ടോ. ഇതിനെ നമുക്ക് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയാം കേട്ടോ. A ഫോർ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് വേണം പറയാം. ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ. ഓക്കെ അല്ലേ? ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ മതി. ഈ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു കാറുണ്ടാവും. ഈ കാറിൻ്റെ പിന്നിൽ ഞാനിങ്ങനെ ഒരു എക്സ്ട്രാ ആയിട്ടൊരു ഫിറ്റിങ് കൊടുത്തിട്ട് ഞാൻ വേറൊരു ട്രെയിലർ എന്ന് പറഞ്ഞൊരു സാധനം ഞാൻ എന്ത് ചെയ്യും, ട്രെയിലർ എന്ന് പറയുന്നൊരു സാധനത്തിനെ ഞാൻ എന്ത് ചെയ്യും, സെപ്പറേറ്റ് ചെയ്യും. ഇതിനകത്ത് ചിലപ്പം എൻ്റെ വേറെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിരിക്കും. എന്നിട്ട് വണ്ടി ഓടിക്കുമ്പോൾ വണ്ടിയുടെ കൂടുതൽ കൊണ്ടുപോകും.
അപ്പോൾ ആ സാധനത്തിനെ വിളിക്കുന്ന, അങ്ങനത്തെ സാധനങ്ങളെ വിളിക്കുന്ന പേരാണ് ഈ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ. അതായത് ഒരു മെയിൻ വെഹിക്കിൾ ഉണ്ടാവും, ആ മെയിൻ വെഹിക്കിളിനകത്തേക്ക് വന്ന് അറ്റാച്ച് ചെയ്യുന്ന ട്രെയിലർ കൈൻഡ് ഓഫ് എ തിങ് ഒക്കെ ഉള്ള വണ്ടികൾ. ഓക്കെ അല്ലേ? അവിടെ മീൻസ് ഡിജിറ്റൽ ഇൻ്റർമീഡിയേറ്ററി ഓർ എ മാർക്കറ്റ്, ഇത് ആക്ച്വലി അവിടെ ഒരു കൺഫർമേഷൻ കുറവുള്ളൊരു സാധനമാണ് കേട്ടോ. അവിടെ ഇൻ്റർമീഡിയറി എന്ന് പറയുന്നതിനകത്ത് നിങ്ങളത് എന്ത് ചെയ്യണ്ട, കണക്കാക്കണ്ട. അവിടെ ഈ 21A എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ സാധനമാണ് കേട്ടോ. നിങ്ങൾ അതിനകത്ത് ബേജാറാവല്ലേ. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഈ സെക്ഷൻ 2-നകത്താണ് ആർട്ടിക്കുലേറ്റഡ് എന്ന് പറയുന്നത്. 21A അതിനകത്ത് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഈ ഡെഫിനിഷൻസ് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ അതിനകത്ത് അങ്ങനത്തെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ പഠിക്കാനിരിക്കുമ്പോൾ ജസ്റ്റ് അതും കൂടെ ഒന്ന് കയ്യിൽ, ആ ബുക്കും കൂടെ ഒന്ന് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടായാലും നന്നായിരിക്കും കേട്ടോ. ഓക്കെ, ഇവിടെ ഈ 21A എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി ഈ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസ് ആണ്. 21A എന്ന് പറഞ്ഞാൽ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസ്, അതിനകത്ത് മാറ്റമൊന്നുമില്ല കേട്ടോ. അഡാപ്റ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്നത് 21-ലും 21A-ക്കകത്ത് അഗ്രവേറ്റർ. എടാ ഇവിടെ ഞാനൊരു എനിക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയോ എന്നൊരു ഡൗട്ട്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സാധനം പറയുന്ന സമയത്ത് ചില സമയങ്ങളിൽ നമുക്ക് ചിലത് തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അത് ആക്ച്വലി ഇല്ലാതാക്കി പഠിച്ചു പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മുടെ സിലബസിനകത്ത് പറഞ്ഞിട്ടുള്ളതിനകത്ത് 21A എന്ന് പറഞ്ഞിട്ട് അവർ അഗ്രവേറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെടാ, അതെ. ആക്ച്വലി ഈ അഗ്രവേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പറയുന്ന ഇൻ്റർമീഡിയറി ആയിട്ടുള്ള നമ്മുടെ ഈ ഓല, ഊബർ പോലെയുള്ള സാധനങ്ങളാണ്. കറക്റ്റാണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ശരി. അപ്പോൾ ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ആക്ച്വലി സമയമായി കേട്ടോ. നമുക്ക് ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? സമയമായി. ആക്ച്വലി ഇതിനിടയിൽ ഒരു കോള് വന്നു. അത് തന്നെടാ, നമ്മൾ ഈ പറഞ്ഞ സംഭവം കോള്, ഞാൻ ഫോണ് സൈലൻ്റ് ആക്കി, പക്ഷേ ചുമ്മാ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല. ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് എന്താ, ഈ അഗ്രവേറ്റർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർമീഡിയറി അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് പ്ലേസ് പോലെയുള്ളൊരു സാധനമാണ്. ഡിജിറ്റൽ ഇൻ്റർമീഡിയേറ്ററി എന്ന് പറയും. അതായത് നമ്മുടെ ഓല പോലെ ഈ ട്രെയിലറിൻ്റെ കാര്യം ഞാൻ ആക്ച്വലി പറഞ്ഞത് മറന്നുതരാം കേട്ടോ. അത് ആക്ച്വലി ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്ന സാധനം, അത് മറന്നുതരാം. ഓല, ഊബർ പോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസുകളില്ലേ മക്കളെ? ഓക്കെ അല്ലേ? ഓല, ഊബർ പോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്, ഈ പ്ലാറ്റ്ഫോംസുകളെ നമുക്ക് ഉപയുക്തമാകുന്ന രീതിയിലേക്ക് മാറ്റാൻ ഒരു അഗ്രവേറ്റർ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് കണക്ട് ചെയ്യുന്ന, സമാഹരിക്കുന്ന വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാകുന്നൊരു സെറ്റപ്പാണ് 21A-ക്കകത്തുള്ളത് എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ അല്ലേ? 21A എന്ന് പറഞ്ഞാൽ അഗ്രവേറ്റർ എന്ന് പറയും. ഈ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾ എന്ന് പറയുന്ന സാധനമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. എനിക്ക് ആക്ച്വലി ഇത് പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോൾ ഒന്ന് മാറിപ്പോയി. ഓക്കെ, ശരി. ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസ്, ഞാൻ ഇവിടെ ഈ ഫോൺ ബെല്ലടിച്ചതിൻ്റെ ശ്രദ്ധയിലായി പോയപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് പറഞ്ഞ് തിരിഞ്ഞു പോയി, കൺഫ്യൂഷൻ ആയിപ്പോയി. ഓക്കെ, ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ 2-ന്റെ 2. ഒന്ന് ആലോചിച്ചോക്കെ, 2-ന്റെ 2 എന്ന് പറഞ്ഞാൽ 2 2ആയിട്ടാണ് കിടക്കുന്നത്. 2-ന്റെ 2 എന്ന് പറഞ്ഞാൽ 2 2ആയിട്ടാണ് കിടക്കുന്നത്. ഇതൊരു മെയിൻ വണ്ടി, അതിനകത്ത് അറ്റാച്ച് ചെയ്ത് മറ്റൊരു വണ്ടി, അങ്ങനെ ഇരിക്കുന്ന സാധനമാണ് സെമി ട്രെയിലർ അറ്റാച്ച്ഡ്. അതായത് ഈ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വലിയ ലോറികളൊക്കെ ഉണ്ടാവും. ഓക്കെ, വലിയ ലോറികളൊക്കെ ഉണ്ടാവും. ഈ വലിയ ലോറികളുടെയൊക്കെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോറി എന്താണ് ഈ പറയുന്ന കറക്റ്റ് ആകുന്ന സാധനമൊക്കെ കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഈ ലോറിക്കകത്ത് നിന്ന് ഇവിടെ ഒരു സംഭവം എന്ത് ചെയ്യും, ഇങ്ങനെ പ്രത്യേകം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കും. ഇതിനകത്തേക്ക് ഒരു വലിയ സാധനം വന്ന് അറ്റാച്ച് ചെയ്യും. ഇതിനകത്തേക്ക് ഇവിടെ വെളിയിൽ ഇങ്ങനൊരു സാധനം വന്ന്, വെളിയിൽ നിന്ന് ഒരു വലിയ സാധനം വന്ന് ഇതിനകത്തോട്ട് അറ്റാച്ച് ആവും. ഇത് എന്ത് ചെയ്യും, പ്രത്യേകം ഈ ലോറി ഇങ്ങനെ വലിച്ചുകൊണ്ട് പോകും. വലിയ കണ്ടെയ്നർ ലോറിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണെന്നുണ്ടെങ്കിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളൂ. ഇതിനെ വിളിക്കുന്ന പേരാണെന്തെന്ന് പറയുന്നത് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ആർട്ടിക്കുലേറ്റഡ് സെമി ട്രെയിലർ ഇതിനകത്തോട്ട് അറ്റാച്ച് ചെയ്യും. സെമി ട്രെയിലർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എഞ്ചിനുണ്ടോ? ഇല്ല, എഞ്ചിനില്ല. എഞ്ചിനുള്ളൊരു വണ്ടി ഇവിടെ ഉള്ള, അതിൻ്റെ കൂടെ എഞ്ചിനില്ലാത്ത ഒരു സാധനം, പക്ഷേ അതിനെ കെട്ടി വലിച്ചുകൊണ്ട് പോകണം. അങ്ങനെ ഇരിക്കുന്ന സാധനങ്ങളാണ് ഈ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അതിനെക്കുറിച്ചാണ് 2-ലെ 2-നകത്ത് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ 2-നകത്ത് 1 എന്ന് പറയുന്നത് ഒരു വീലും കൂടെ വെച്ചാൽ ഇത് അഡാപ്റ്റഡ് എന്നാണ് പറഞ്ഞത്. 2 വീലുള്ള ബൈക്കിനകത്ത് ഒരു വീലൂടെ വെച്ചാൽ അത് അഡാപ്റ്റഡ് എന്നാണ് പറയുന്നത്. 2-ന്റെ 1-ന്റെ എ ഫോർ അഗ്രവേറ്റർ എന്ന് നമ്മൾ പഠിച്ചിട്ടുള്ള അഗ്രവേറ്റർ. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞാൽ 2 2ആയിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കേണ്ട സെമി ട്രെയിലേഴ്സ് എന്നാണ് വിളിക്കേണ്ടത്. സെമി ട്രെയിലറുകൾ, അതായത് അതിനെ നമ്മൾ ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസ് എന്ന് പറയും. എന്തെന്ന് പറയും? ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിൾസ് എന്ന് പറയും. ഓക്കെ അല്ലേ?
ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ? ഡൗട്ടുകളൊന്നും ഇല്ലല്ലോ? ഇല്ല. അടുത്തതാകുന്ന കാര്യത്തിനകത്തേക്ക് വായോ. അടുത്ത സാധനം എന്ന് പറയുന്നത് മക്കളെ ഏതാ ഇങ്ങോട്ട് നോക്കണേ, ഗ്രോസ് വെയിറ്റ്. നമുക്ക് ആക്ച്വലി ഇതൊന്ന് പറഞ്ഞു വെക്കാം. ഈ ഗ്രോസ് വെയിറ്റ്, വെഹിക്കിൾ വെയിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വണ്ടിയുടെ മൊത്തമാകുന്നത്. അതാ നോക്കിക്കോണേ. ഇടാ, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് മീൻസ് ഇൻ റെസ്പെക്ട് ഓഫ് എനി വെഹിക്കിൾ ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ ആൻഡ് the load certified and registered by the registering authority as permissible by the എന്താണ് പെർമിസിബിൾ ഫോർ ദാറ്റ് പെർട്ടിക്കുലർ വെഹിക്കിൾ. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ലോറി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഈ ലോറി എന്തിനു വേണ്ടിയിട്ടാണ്? ലോഡ് കയറ്റാനുള്ള സാധനമാണ്, ശരിയല്ലേ? ലോഡ് കയറ്റാനുള്ള സാധനമാണ് ലോറി. അങ്ങനെ വരുമ്പോൾ ഈ ലോറി എന്ന് പറയുന്ന ആ വാഹനത്തിനൊരു വെയിറ്റ് ഉണ്ടാകും, അതിന് കയറ്റാൻ സാധിക്കുന്ന സേഫ് എമൗണ്ട് എന്ന് പറയാൻ സാധിക്കുന്ന ഒരു ലോഡ് വാല്യൂ ഉണ്ടാവും. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മിനെ വിളിക്കുന്ന പേരാണെന്തെന്ന് പറയുന്നത് GVW അല്ലെങ്കിൽ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സോ അതിനെക്കുറിച്ച് എവിടെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാണ്ട് എവിടെയാണ് 215, അതായത് 2-നകത്ത് 15 എന്ന് പറയുന്നതിനകത്താണ് എന്തിനെക്കുറിച്ച് പറയുന്നത്? GVW എന്ന് പറയുന്നൊരു സാധനം പറയുന്നത്. ഇത് മറക്കാതെ ഓർത്തിരിക്കാൻ എന്താണ് വഴിയെന്നാണ് ഞാൻ പെട്ടെന്ന് ആലോചിച്ചത്. ഇതിനകത്ത് എന്തെങ്കിലും ഒരു കോഡ് വെക്കണമല്ലോ. അപ്പോൾ നമ്മൾ പറഞ്ഞതിനകത്ത് 2-ന്റെ 1 എന്ന് പറഞ്ഞാൽ 2-ന്റെ കൂടെ 1 ആയപ്പോൾ എന്തായി? അഡാപ്റ്റഡ് ആയി. 2-ന്റെ കൂടെ 2 എന്ന് പറഞ്ഞാൽ 2 2 അപ്പോൾ സെമി ട്രെയിലർ ആണെന്ന് മനസ്സിലായി. 2-ന്റെ കൂടെ 1A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അഗ്രവേറ്റർ ആണെന്ന് മനസ്സിലായി. ഊല ഓവർ പോലെയുള്ള സാധനങ്ങളെ. അത് കഴിഞ്ഞിപ്പോൾ നമ്മളോട് പറഞ്ഞ സാധനമാണ് 2-ന്റെ 1-5 എന്ന് പറയുന്നത്. എടാ, 5 1 കൂടെ കൂട്ടുമ്പോൾ 6 വരും. അല്ലെങ്കിൽ 2 നമ്പറുകൾ കൂട്ടുന്നത് 5 1 6, അവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് 6. ഓക്കെ, ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഓർമ്മപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ്. എടാ മക്കളെ, ദാണ്ട് ഈ 2 എണ്ണത്തിനകത്ത് മൊത്തം കൂടെ ദാണ്ട് 1 5, ഈ 2 അക്ക സംഖ്യ ആദ്യം വരുന്നത് ഇവിടെയാണ്. അങ്ങ് ആലോചിച്ചാൽ മതി. അത് എന്താണ്? GVW, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് ആലോചിച്ച് വെച്ചാൽ മതി. ആക്ച്വലി കോഡ് കിട്ടുന്നില്ല. അടുത്ത ക്ലാസ്സിൽ എന്തെങ്കിലും ഓർക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇനി 1 5 കഴിഞ്ഞു, 1 6 കഴിഞ്ഞു. എടാ, അപ്പോൾ 1 5 കഴിഞ്ഞാൽ 1 5 എന്ന് പറഞ്ഞാൽ GVW ആണ്, ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് എന്ന് പറയുന്നൊരു സാധനമാണ്. അതായത് ഓരോ വെഹിക്കിൾസിനും എന്ത് വെയിറ്റ് വേണം. അത് കഴിഞ്ഞാൽ 2 1 6 എന്ന് പറയുന്ന ആളുണ്ട്. ഇതിനകത്ത് ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറയുന്ന സാധനമാണ്. ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ വലിയ വണ്ടികൾ, അതായത് ഗുഡ്സ് ക്യാരിയേജ് എന്ന് പറയുന്ന ആ സാധനത്തിൻ്റെ എന്താണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഓർ എ ട്രാക്ടർ ഓർ എ റോഡ് ലോഡർ അൺലാഡൻ വെയിറ്റ് ഓഫ് either of which exceeds 12 or 12,000 kilograms. അതായത് ഈ ഹെവി ഗുഡ്സ് എന്ന് പറഞ്ഞാൽ, ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ 12,000 കിലോഗ്രാം എന്ന് പറയുന്നൊരു ബോർഡർ എടുത്തെന്ന് വിചാരിക്കാം. ഈ 12,000-ന് മുകളിൽ വെയിറ്റ് വരുന്ന വണ്ടികളെ വിളിക്കുന്ന പേരാണെന്തെന്ന് പറയുന്നത് ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഇതങ്ങാടി പഠിച്ചാൽ മതി. ഓക്കെ, 12,000-ന് മുകളിലാണെങ്കിൽ അതിനെ എന്തെന്ന് വിളിക്കും? ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് വിളിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞത്? ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ക്യാരിയേജ് ഓർ ദ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഓഫ് ദ വെഹിക്കിൾ വിച്ച് ഓർ എ ട്രാക്ടർ ഓർ എ റോഡ് റോളർ ദ അൺലാഡൻ വെയിറ്റ്. അൺലാഡൻ വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം? ലോഡ് ഇല്ലാത്തപ്പം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വെഹിക്കിളിൻ്റെ വെയിറ്റിൻ്റെ കൂടെ അതിൻ്റെ ലോഡ് കപ്പാസിറ്റി കൂടി കൂട്ടിയാലാണ് ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. എന്നാൽ ലോഡ് ഇല്ലെന്ന് വിചാരിക്കുക. ലോഡില്ലാതെ വണ്ടിയുടെ വെയിറ്റ് മാത്രമാണ് പറയുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് അൺലാഡൻ വെയിറ്റ്. അൺലാഡൻ വെയിറ്റ് എന്ന് പറയും. അതായത് അൺലാഡൻ വെയിറ്റ് 12,000 കിലോഗ്രാമിന് മുകളിൽ വരുന്ന വെഹിക്കിൾസ്. അത് ഈ ഏത് വെഹിക്കിൾ വേണമെങ്കിലും ആകാം, റോഡ് റോളർ ആകാം, ട്രാക്ടർ വേണമെങ്കിലും ആകാം. അതിനെ വിളിക്കുന്ന പേരാണെന്തെന്ന് പറയുന്നത് ഹെവി ഗുഡ്സ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ബസ് ഓക്കെ ആണോ? സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചാൽ 2-ന്റെ 1 ആണെന്നുണ്ടെങ്കിൽ അഡാപ്റ്റഡ് വെഹിക്കിൾ, 2-ന്റെ 1A ആണെങ്കിൽ A ഫോർ അഗ്രവേറ്റർ, 2-ന്റെ 2 ആണ്, 2 2 ആണെങ്കിൽ അത് സെമി ട്രെയിലർ, 2-ന്റെ 15 ആണെന്നുണ്ടെങ്കിൽ അതെന്താ 5 1 6, ആദ്യം 2 അക്കം വരുന്നത് 15 എന്നാണ് ഓർത്താൽ മതി. അവിടാണ് GVW വരുന്നത്. ഇനി 2-ന്റെ 1 6-നകത്ത് എന്താണ് ഹെവി ഗുഡ്സ് എന്ന് പറയുന്നു. അതായത് അൺലാഡൻ വെയിറ്റ് 12,000-ന് മുകളിൽ വരുന്നതാണെങ്കിൽ അതാണ് ഹെവി ഗുഡ്സ്. അടുത്തത് നോക്കിയാൽ 17 എന്ന് പറഞ്ഞാൽ ഹെവി പാസഞ്ചർ. ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ലോഡ് കയറ്റാനുള്ള സാധനം. പാസഞ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ആളെ കയറ്റാനുള്ള. 2-ന്റെ 17-ലാണ് പാസഞ്ചർ വെഹിക്കിൾസിനെ കുറിച്ച് പറഞ്ഞത്. അതും ഹെവി, അതായത് ബസ്സൊക്കെ ഇല്ലേ അത്. സോ ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് എന്ന് പറയുന്നത് മീൻസ് എനി പബ്ലിക് സർവീസ് വെഹിക്കിൾ ഓർ എ പ്രൈവറ്റ് വെഹിക്കിൾ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ബസ്, ഒമിനി ബസ്, ദാറ്റ് ദ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ് ഓഫ് എനി ഓഫ് വിച്ച് ഓഫ് ദ മോട്ടോർ കാർ ഓർ അൺലാഡൻ വെയിറ്റ് ഓഫ് വിച്ച് എക്സീഡ്സ് 12,000. ആളെ കയറ്റുന്ന എന്നാൽ 12,000 കിലോയ്ക്ക് മുകളിലാണ് വെയിറ്റ് വരുന്നത് എന്നാണെങ്കിൽ, അങ്ങനെ അൺലാഡൻ വെയിറ്റ് 12,000-ന് മുകളിൽ വരുന്ന വണ്ടികളെ, പാസഞ്ചറുകളെ കയറ്റുന്ന വണ്ടികളെ വിളിക്കുന്ന പേരാണെന്ത്? ഹെവി പാസഞ്ചർ മോട്ടോർ വെഹിക്കിൾ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ 221 വരും. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ.
നമ്മൾ തൽക്കാലം പറയുന്ന കാര്യങ്ങൾ ഇവിടെ കേട്ടെ. അപ്പോൾ ഒന്നുകൂടെ 2-1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? 2-1 എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന എന്താണ് അഡാപ്റ്റഡ് വെഹിക്കിളാണ്. 2-1A എന്ന് പറഞ്ഞാൽ A ഫോർ അഗ്രവേറ്റർ ആണ്. 2-2 എന്ന് പറഞ്ഞാൽ 2 ആയിട്ടാണെങ്കിൽ അത് സെമി ട്രെയിലർ. 2-1-5 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഈ പറയുന്ന നമ്മുടെ ഈ 2-2 എന്ന് പറയുന്നത് ആർട്ടിക്കുലേറ്റഡ് വെഹിക്കിളാണ്. സെമി ട്രെയിലർ എന്ന് ഞാൻ ഓർക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. 2-2 അറിയാമല്ലോ. 2-1-5 എന്നാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗ്രോസ് വെഹിക്കിൾ വെയിറ്റ്. 2-1-6 എന്നാണെങ്കിൽ ഹെവി ഗുഡ്സ് വെഹിക്കിൾ 12,000 മുകളിൽ വെയിറ്റ് അൺലാഡൻ വെയിറ്റ് വരുന്ന ആ വണ്ടി. അത് കഴിഞ്ഞാൽ 2-1-7 വരുമ്പോൾ അത് ഹെവി ഗുഡ്സ് വെഹിക്കിൾ മാറിയിട്ട് പാസഞ്ചർ വെഹിക്കിൾ എന്നാവും. ആരാണ്? ഇനി നമ്മൾ നേരെ പോകുന്നത് 2-21, 22. അതിനകത്തെ നമുക്ക് ഇവരൊക്കെ ആരാണ് എന്നൂടെ പറയേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട് മക്കളെ. അത് നമുക്കൊരു കാര്യം ചെയ്യാം, കുറച്ചധികം വരുന്നുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. തൽക്കാലം ഇവിടെ നിൽക്കട്ടെ, ഇത്രയും കാര്യങ്ങളെന്നുള്ള രീതിയിൽ നിൽക്കട്ടെ മക്കളെ. വളരെ കാര്യമാകുന്ന രീതിയിൽ തന്നെ കണ്ടൻറ് എന്താണെന്ന് മനസ്സിലാക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. എന്തെങ്കിലും ആകുന്ന രീതിയിൽ ഡൗട്ടുകളൊക്കെ വരുന്നെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾ എന്നോടത് പറയണം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആക്ച്വലി ഒരുപാട് എന്ത് ചെയ്യാറില്ല, പ്രഷർ കൊടുത്ത് പഠിപ്പിക്കാറില്ല. എനിക്ക് വളരെ ഫ്രീ ആയിട്ട് ഒരേ കാര്യം തന്നെ ഒരുപാട് തവണ ആവർത്തിച്ച് പറയുകയും അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്നതായ കാര്യം എന്ന് പറയുന്നത് പഠിക്കേണ്ടതായ രീതിയിൽ പറഞ്ഞു പഠിക്കുകയും ചെയ്യുന്ന ഒരു ശൈലിയാണ് എനിക്ക്. ആക്ച്വലി ഒരു ബേസിക്കലി ഒരു കമ്പൈൻ സ്റ്റഡി മോഡ് ഓഫ് പാറ്റേൺ ആണ് ഞാൻ എപ്പോഴും ഫോളോ ചെയ്യാറ്. അത് എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഗുണം അതുകൊണ്ട് ഒരുപാടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ശരി, ബൈ.